ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പാലും പഴവും കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ടിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിസേർട്ടാണ്. പാലും പഴവും കൊണ്ട് ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐസ്ക്രീം ഒക്കെ എന്തിനാണെന്ന് തോന്നിപ്പോവും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ടാണിത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 4 ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ നേന്ത്രപ്പഴം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു അളവനുസരിച്ച് ഒരു 3 നേന്ത്രപ്പഴമൊക്കെ മതിയാവും. ചെറുതായതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് നന്നായിട്ട് പഴുത്ത് ഉടഞ്ഞു പോയ പഴം എടുക്കരുത്. ഇതുപോലെ മീഡിയം പഴുപ്പുള്ള പഴം എടുത്താൽ മതി. ഈ ഒരു ഡിസേർട്ടിന് ഇതേപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു 4 പഴവും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതേപോലെ ഒരു പീസ് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നെയ്യിൽ ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് നെയ്യിൽ തന്നെ ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. നെയ്യാവുമ്പോൾ അതിൻ്റെ മണം മുന്തി നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഐസ്ക്രീമിൽ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഉണക്കമുന്തിരി, അതുപോലെ തന്നെ കുറച്ച് കപ്പലണ്ടി, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൽ നിന്ന് കുറച്ച് പഴവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി ഇതേ പാനിൽ തന്നെ ഒരു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഒരു പാക്കറ്റ് പാലാണ്. ഒരു പാക്കറ്റ് പാല് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാലിൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിലും ചെയ്തിട്ടെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഫ്ലെയിം ഇപ്പോൾ തന്നെ ഓണാക്കി കൊടുക്കേണ്ടതില്ല. ഇനി ഇതിലേക്ക് ഇതേപോലെ വലിയ സ്പൂൺ അളവിൽ 2.5 സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോ സ്പൂൺ അരിപ്പൊടിയും ഇതുപോലെ നിറച്ചാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇതിലേക്ക് വറുത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട്, വറുക്കാത്ത അരിപ്പൊടി എടുക്കരുത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടി എടുത്തിട്ടുള്ള അതേ സ്പൂൺ അളവിൽ 3 സ്പൂൺ പാൽപ്പൊടിയാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഇതിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. വാനില എസൻസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഐസ്ക്രീമിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതായിരിക്കും കൂടുതൽ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏലക്ക ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 60 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരുന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കാം. പാല് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലെ പാൽപ്പൊടിയും അരിപ്പൊടിയൊക്കെ ഈ ഒരു പാലുമായിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടും. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് അരിപ്പൊടിയും പാൽപ്പൊടിയും ഒക്കെ കട്ടയായിട്ട് പോവും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കട്ടയായിട്ട് പോവും. ഇത് നന്നായിട്ട് ഒരു കറക്റ്റ് പരുവത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് ചെയ്തിട്ട് വന്നാലേ ഈ ഒരു പരുവത്തിൽ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ പരുവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇതേ ഒരു പരുവാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് കട്ടയായി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിൽ കിട്ടത്തില്ല. ഇപ്പോൾ ഇതുപോലെ സ്പാച്ച് കൊണ്ട് കോരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം ഈ ഒരു മിക്സ് റെഡിയായി കിട്ടേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു പാനിൽ തന്നെ വെച്ചിരിക്കരുത്, പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ്. ഇപ്പോൾ ഞാനിതാ ഇതേപോലെ ഒരു ട്രേയിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ചൂടോടെ അല്ല കഴിക്കേണ്ടത്. അങ്ങനെ കഴിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ കടിക്കാൻ കിട്ടാനായിട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു ഉണക്കമുന്തിരി, പഴം, കപ്പലണ്ടി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ, ഫ്രീസറിലല്ല താഴെ വെച്ചിരുന്നതിന് ശേഷം എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഐസ്ക്രീമൊക്കെ ഇതിൻ്റെ മുന്നിൽ മാറി നിൽക്കും, അത്രയും നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുത്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കാണിച്ചു തരാം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം നന്നായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.